വയനാട് DCC ഓഫീസിൽ പോലീസിന്റെ പരിശോധന. ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത്. DCCയിലെ രേഖകൾ പോലീസ് പരിശോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? എന്താണ് മറ്റു വിവരങ്ങൾ? സമയം മുമ്പാണ് പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് തിരിച്ചുപോയി. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ DCC ഓഫീസിൽ കയറുക, അവിടുത്തെ രേഖകളെ പരിശോധിക്കുക എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസവുമായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് KK ഗോപിനാഥ്, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവരെയൊക്കെയാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അല്പസമയം മുമ്പാണ് നമ്മൾ മറ്റൊരു വാർത്ത പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് സുധാകരനെ കൂടി ചോദ്യം ചെയ്യുമെന്ന് കഴിഞ്ഞ കുറച്ചു നേരം മുമ്പാണ് പോലീസ് അറിയിച്ചത്. ആവശ്യമെങ്കിൽ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. അതായത് NM വിജയന്റെ ആത്മഹത്യ കഴിഞ്ഞതിന് ശേഷം ഈ DCC KPCC പ്രസിഡന്റിന് ഒരു കത്ത് ലഭിച്ചിരുന്നു. NM വിജയൻ അയച്ച ഒരു കത്ത് ലഭിച്ചിരുന്നു. ആ കത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ KK ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് ഒരു പരിശോധന നടത്തുകയും അവിടെയുള്ള രേഖകളടക്കം പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് പിന്നീട് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം അല്പസമയം മുമ്പ് പോലീസ് DCC ഓഫീസിൽ അടക്കമെത്തി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ND അപ്പച്ചന്റെ സാന്നിധ്യത്തിൽ അടക്കമാണ് പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ പരിശോധനയിൽ എന്തെങ്കിലും രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തിനാ തന്നെയും ഈ ക്രൈംബ്രാഞ്ച് അടക്കമുള്ളവരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. ബത്തേരി DYSPയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. അതായത് DCC ഓഫീസിൽ പരിശോധന നടന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നതും. മാത്രമല്ല NM വിജയന്റെ ആത്മഹത്യ മാത്രമല്ല, ഈ ബാങ്കിലെ ക്രമക്കേട് അടക്കം ഇതിൽ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജിലൻസിന്റെ അന്വേഷണവും ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുമെന്ന് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ കോടതിയിൽ പറഞ്ഞെങ്കിലും പിന്നീട് പോലീസിന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗം മാത്രമാവുകയാണ് ക്രൈംബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ വലിയ ഒരു വിമർശനം ഈ കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു പോലീസിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുക, ക്രൈംബ്രാഞ്ചിനെ ഒഴിവാക്കി പോലീസിന് നേതൃത്വം നൽകുന്നത് കേസ് ഒത്തുതീർപ്പാക്കാനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ ഇവരെ ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കുന്നതും ഒക്കെ വെറുതെ ആളുകളുടെ കണ്ണിൽ കുടിയിടാനാണെന്നുള്ളതാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്തിനാ തന്നെയും ഇന്ന് DCC ഓഫീസിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നു. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിഷ്ണു. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.